പാർട്ട് 8 ഡെസിമൽസ്. അപ്പോൾ അതിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ 7th ക്വസ്റ്റ്യനാണ്. fill up the blank space with the correct number. അതാണ് ക്വസ്റ്റ്യൻ. 4.5 into 0.2. ആൻസർ പറയൂ, എത്രയായിരിക്കുന്നു? ജസ്റ്റ് 2 നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുക. ഡെസിമൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പോയിന്റ് വെക്കുക. ഏതായിരിക്കും ആൻസർ? ലാസ്റ്റ് വൺ. ഓക്കെ, നമുക്ക് നോക്കാം. 45 എടുക്കണം അല്ലേ? 4.5 അപ്പോൾ 4.5 45 എടുത്തു. 0.2 2 എടുത്തു. 2 മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ 90 വരുന്നത്. പിന്നെ ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റ്. അപ്പോൾ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് നമുക്ക് വരണം. സോ 0.90 ആണ് ആൻസർ. കിട്ടി. ഓക്കെ, ദയ മനസ്സിലായ? കിഷാൻ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ. ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചില്ല കേട്ടോ. എന്ത് കാരണം എന്ന് വെച്ചാൽ ദയ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ ആകെ പണിയാവും. ദയ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് അയക്കണം കേട്ടോ. ദയ ഞാനിപ്പോൾ അയച്ചു തരാം. ശരി. ഡെയിലിയാണ് നമ്മൾ ടെസ്റ്റ് ഉണ്ടാവുക. എനിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ഇരുന്ന് ആ സമയം മാറ്റി വെച്ചിട്ടിരുന്ന് ചെയ്യണം കേട്ടോ. സോ ഇതിന് ആൻസർ ചെയ്യും. 2 into 3 into 7 ആദ്യം ചെയ്യുക, ഒരു ആൻസർ കിട്ടും. പിന്നെ പോയിന്റ് വയ്ക്കുക, എന്നിട്ട് പറയും. ഫസ്റ്റ് വൺ 2 into 3 6 ആണ്. into 7 42 ആണ്. 42 ആണ് വരുന്നത്. നമുക്കിവിടെ പോയിന്റ് ശേഷം 1, പോയിന്റ് ശേഷം 2, പോയിന്റ് ശേഷം 3 അല്ലേ? മൊത്തം 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. 4.2 ആണോ? വേറെന്ത് വരും? ഇല്ല, നമ്മൾ 0 ചേർത്തേണ്ട ആവശ്യം പിന്നിലല്ല, മുന്നിലാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം കൗണ്ട് ചെയ്ത് വരാൻ. ഈ ഭാഗത്ത് നിന്ന് വേണം കൗണ്ട് ചെയ്ത് വരാൻ. 1 2 3 സ്ഥാനം തള്ളിയിട്ട് പോയിന്റ് വെച്ചു. 3 സ്ഥാനം ഇല്ലാത്തത് കാരണം ഇവിടെ സൈഫർ ചേർത്താണ് കേട്ടോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഒരു ദിവസം ടെസ്റ്റ് തന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ ചെയ്യുന്നതൊക്കെ ഒരു ദിവസം ടെസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. 0.3 into 0.4 into 0.7s. ആദ്യം 3 4 7 മൾട്ടിപ്പിൾ ചെയ്യൂ, എന്നിട്ട് പറയും. എല്ലാറ്റിലും നമുക്ക് 84 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ഥാനം മാത്രം നോക്കിയാൽ മതി. പോയിന്റ് വെച്ചിട്ട് എത്ര സ്ഥാനം വരും എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരാ ഫസ്റ്റ് വൺ പറഞ്ഞത്? കിഷാൻ. ഓക്കെ, അവന്തികയുടെ ആൻസർ എന്താ? അവന്തിക ആൻസർ ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. സേ യെസ് ഓർ നോ. മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ?
ഉണ്ട്. ഉണ്ട്. പിന്നെ എന്താ നീ ആൻസർ ചെയ്യാത്തത്? തെറ്റിയെ തെറ്റിക്കോട്ടെ, ഞാൻ അതിനൊന്നും ചീത്ത പറയില്ല. ഈ മിണ്ടാതെ ഇരുന്ന് വെച്ചെങ്കിൽ മിസ്സിന് നല്ല ദേഷ്യം വരും. ഇവിടെ ഇപ്പം നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്താ വെച്ചാൽ എല്ലാറ്റിലും 84 ഉണ്ട്. അപ്പോൾ 84 ആയിരിക്കും മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് പോയിന്റ് ആണ്. അവന്തിക ആൻസർ ചെയ്യൂ. എന്താണ് അവന്തിക ഇതിൻ്റെ ആൻസർ? എന്തായിരിക്കും ആൻസർ? പറയൂ. ഉറക്കം വരുന്നുണ്ട് അവന്തികയ്ക്ക്. ഏതായിരുന്നു? സിയോ. സിയിൽ പോയിന്റ് ശേഷം എത്ര സ്ഥാനം ഉണ്ട്? എത്ര ഡിജിറ്റ് ഉണ്ട്? പോയിന്റ് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് അവന്തിക? 2 അല്ലേ ഉള്ളൂ. ഇവിടെ നോക്ക്, പോയിന്റ് ശേഷം എത്ര ഡിജിറ്റുകൾ വരുന്നു നോക്ക്. ഇവിടെ പോയിന്റ് ശേഷം 1, ഇവിടെ പോയിന്റ് ശേഷം 1, ഇവിടെ 1. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിജിറ്റ് വരുന്നത് 3 ആണ്. പോയിന്റ് ശേഷം 3 ഡിജിറ്റ് വരുന്നത് ഏത് ആൻസറിലാണ്, ഏത് ഓപ്ഷനിലാണ്? ഫസ്റ്റ്. ഫസ്റ്റ് 1 ആണ് കറക്റ്റ് ആൻസർ. ദയക്ക് മനസ്സിലായോ? ദയ മനസ്സിലായോ? ഇനി 10th ക്വസ്റ്റ്യൻ. The value of 6.75 ഡിവിഷൻ 0.05. ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പോയിൻറ്റിൻ്റെ ശേഷം 2 ഡിജിറ്റ്, പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ്, പിന്നെ ഡിവിഷൻ അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് രീതിയിൽ ചെയ്യണമെങ്കിൽ 6/7/5 ഡിവൈഡഡ് ബൈ പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ഉള്ളത് കാരണം 1ൻ്റെ ശേഷം 2 സൈഫർ ഇടണം. പിന്നെ ഡിവിഷൻ 0.05 എന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 5 മാത്രം എഴുതിയിട്ട് താഴെ 100 ഇട്ട് കൊടുക്കണം. ഇവിടെയും പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉള്ളത് കാരണം. എന്നിട്ട് 675 ഡിവൈഡഡ് ബൈ 100 ഈ ഡിവിഷന് പകരം ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് 100 ഡിവൈഡഡ് ബൈ 5 ഇതിനെ എന്ത് ചെയ്യണം? ഉൾട്ടാക്കി എടുക്കണം. ഉൾട്ട മീൻസ് ഇൻവേഴ്സ്. 100/5 എന്ന് എടുക്കണം. ഇനി എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 100ഉം 100ഉം ക്യാൻസലാവും. ഒരു 100ന് ഒരു 100 ക്യാൻസലാവും. ഇനി ബാലൻസ് ഉള്ളത് 675 ഡിവൈഡഡ് ബൈ ഇവിടെ 1, ഇവിടെ 1 അല്ലേ, ഓരോരോ തവണയിലെ ക്യാൻസലായി. 1 × 5 എത്രയായി? 5. ഇനി ജസ്റ്റ് ആൻസർ ചെയ്യൂ. 675നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കോഷ്യൻ്റ് വരിക? അവന്തിക തന്നെ ആൻസർ ചെയ്യണം കേട്ടോ. മിസ്സേ 135. 135 നോക്കട്ടെ കേട്ടോ, ചെക്ക് ചെയ്യാം. അവന്തിക എന്ത് പറയണം നോക്കട്ടെ. 135. ദയ എന്ത് പറയണം നോക്കട്ടെ. 135. ഓക്കെ. സോ 6ൽ 5 1 ടൈം ഉണ്ട്. 5 മൈനസ് ചെയ്തു, 1 വന്നു. പിന്നെ 7 ഇറക്കി. 17ൽ 5 3 ടൈംസ് ഉണ്ട്, 15 വന്നു. ബാലൻസ് 2. ഈ 5നെ ഇറക്കി. 25ൽ 5 ടൈംസ് ഉണ്ട്. സോ അങ്ങനെ 135 ആൻസർ. ഇത് ഒരു രീതി. ഇനിയൊരു രീതി എന്ന് പറയുന്നത് ഇവിടെ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്. പോയിൻ്റ് വിട്ടോളൂ. ഇവിടെയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പോയിന്റിന് മറക്കുകയാണ് നല്ലത്. എന്നിട്ട് ജസ്റ്റ് 675 ഡിവൈഡ് ബൈ 5 എന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് 1.298 minus 0.1298
divided by 0.04 is equal to, ആദ്യം മൈനസ് ചെയ്യൂ, മേലെ ഉള്ളത് മൈനസ് ചെയ്യൂ, എന്നിട്ട് ഒരു ആൻസർ കിട്ടും. അതിനെ 0.04 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആൻസർ എന്താ വരിക എന്ന് പറയും. 29.105, 28.205, 29.205. ഞാൻ അയച്ചു തന്നതിൽ മെൻ്റൽ എബിലിറ്റി ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുണ്ടായിരുന്നോ? മാത്സ് ആണ്. ഇംഗ്ലീഷ് പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു കേട്ടോ. First one. Second one. സെക്കൻഡ് വണ്ണാ? അല്ല. -1.298 -0.1298. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വണ്ണാ, കറക്റ്റ്. സോ ഇവിടെ അവന്തികയ്ക്ക് എന്താ ആൻസർ കിട്ടി? പറഞ്ഞോളൂ. കിട്ടുന്നില്ലേ? പറയടാ ഒന്ന്. കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ? ശരി, ഇവിടെ ശ്രദ്ധിച്ചോളൂ. കിട്ടുന്നില്ല. സോ ഫസ്റ്റ് മേലെ ന്യൂമറേറ്റർ ശ്രദ്ധിക്കുക. 1.298 മാത്രമേ ഉള്ളൂ. ഇതാണ് വലുത്, ഇത് ചെറുതാണ്. 0.1298 ചെറുത്. സോ ഇത് രണ്ടും മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റേ ഉള്ളൂ. ഇവിടെ പോയിൻ്റ് ശേഷം 4 ഡിജിറ്റ് ഉണ്ട്. മൈനസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 0 ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് കാരണം അതിൻ്റെ വാല്യൂ മാറാൻ പോകുന്നില്ല. ഇനി നമ്മൾ മൈനസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ 0ആണ്. ഇടയ്ക്ക് 8 ഒന്നിനെ മൈനസ് ചെയ്യുമ്പോൾ 7 ആവും. ഇവിടെ 10 ആവും. 10 8 പോയാൽ 2, 7 9 പോവില്ല. വീണ്ടും കടം മേടിക്കുക. ഇവിടെ 8, ഇവിടെ 17. 17 9 പോയാൽ 8, 8 2 പോയാൽ 6, 2 1 പോയാൽ 1, പിന്നെ ഈ 1 അങ്ങനെ തന്നെ വരും. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 11682നെ 0.04 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.04നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് 4 കൊണ്ട് ചെയ്ത് നോക്കുക. സോ ഇവിടെ വരുന്നത് 1ൽ 4 ഇല്ല. അപ്പോൾ 11 എടുക്കുക 2 തവണ. 8 വരും. ബാലൻസ് 3. ഈ 6നെ ഇറക്കുക. എത്ര വരും? 9 വരും. 36 മൈനസ് ചെയ്താൽ 0. ഇനി അടുത്തത് 8നെ ഇറക്കുക. 8നെ എടുത്താൽ 2 തവണ വരും. മൈനസ് ചെയ്തു 0 വന്നു. ഇനി ലാസ്റ്റ് എനിക്ക് വരുന്നത് 2 ആണ്. 2 2ൽ 2 വന്ന് ചെറുതല്ലേ 4നേക്കാളും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 0 വെച്ചിട്ട് ഇവിടെ 0 ചേർത്തുന്നു. പോയിൻ്റ് വെച്ചിട്ട് 0 ചേർത്തുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 5 തവണയാണ്. ഇങ്ങനെ ഇപ്പോൾ കിട്ടി. 2920.5 കിട്ടി. ഇതാണ് ആൻസർ. ഇനിയിപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 1.1682 ഡിവൈഡഡ് ബൈ 0.04 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1.1682നെ നമ്മൾ എങ്ങനെ പറയാം? 11682 ഡിവൈഡഡ് ബൈ പോയിൻ്റ് ശേഷം 4 ഡിജിറ്റ് ഉള്ളത് കാരണം 4 സൈഫർ ഇട്ട് കൊടുക്കുക. ഇൻറ്റു
ഇൻറ്റു വേണ്ട, ഡിവിഷൻ തന്നെ ഇട്ടുള്ളൂ. ഡിവിഷൻ 0.04 എങ്ങനെ പറയാം? 4/100 എന്ന് പറയാം. പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് 100. ഇനി നമ്മൾ ചെയ്യേണ്ടത് 11682 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100/4 1212 ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ ഡിവിഷനാണ് ചെയ്തത്. ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു കിട്ടിയത്? 29 അല്ലേ? 2,9.205. ഓക്കെ. ഇവിടെ 0 വരും കേട്ടോ. ഒരു മിനിറ്റ്. ഇവിടെയാണ് പോയിന്റ് വരിക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സൈഫറിന് 2 സൈഫർ പോയില്ലേ. ഇനി നമുക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ 2 ഡിജിറ്റാണ്. മേലെ ഒരു ഡിജിറ്റ് പോയിൻറ്റിൻ്റെ മുന്നിൽ ഉണ്ട്. ഇതിപ്പോൾ രണ്ടും അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 2920.5 ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ താഴെ 2 സൈഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും 2 സ്ഥാനം തള്ളി പോയിന്റ് വെക്കണം. അപ്പോൾ നമ്മളുടെ ആൻസർ 29. ഇപ്പോൾ ടോട്ടലി 3 സ്ഥാനം തള്ളി വെക്കണം അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. സോ 1 2 3 ഇവിടെ പോയിന്റ്. അങ്ങനെ നമ്മളുടെ ആൻസർ 4th ഓപ്ഷൻ. ഇത് എഴുതി വയ്ക്കൂ, എഴുതിയെടുക്കൂ. ഇത് അവന്തിക മനസ്സിലായോ നിനക്ക്? ആ. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ജസ്റ്റ് ഞാൻ നിങ്ങളടുത്തൊരു നോർമൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 0.16 ഡിവൈഡഡ് ബൈ 0.4 ആൻസർ എന്തായിരിക്കും? വെറും 4 0.4. യെസ്, കറക്റ്റ്. സൂപ്പർ കിഷൻ. 0.4 കറക്റ്റാണ് കിട്ടിയത്. ഓക്കെ. അവന്തികയ്ക്കോ? കിട്ടി. 0.16 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ എത്ര വരും? 100 ആണോ 10 ആണോ 1000 ആണോ? അവന്തിക പറയൂ. 16 ബൈ എത്ര വരും? 10 അല്ല, പോയിന്റ് ശേഷം 2 സൈഫർ. 100 ആണ് വരേണ്ടത്. പിന്നെ ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട്. 0.4നെ ഞാൻ രൂപത്തിൽ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണമെങ്കിൽ എങ്ങനെ വരും? ദയ പറയൂ. 0.4നെ ഞാൻ ഫ്രാക്ഷൻ, ഇതല്ലേ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? 4 എന്തെന്ന് വരും? 4/10. സൂപ്പർ ദയ. സോ 16/100 ഡിവിഷന് പകരം ഇൻറ്റു 2 കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? 4/10 എന്ന് എഴുതണ 10/4. യെസ്, സൂപ്പർ.
ഇനി ഈ സൈഫർ ക്യാൻസലായി. ഈ 16 4 തവണയുണ്ട്. സോ ആൻസർ ഇവിടെ 1 അല്ലേ. സോ 4 × 1 4 ഡിവൈഡഡ് ബൈ ഇവിടെ 10 ബാലൻസ് ഉണ്ട്, അത് എഴുതി. ഇനി എൻ്റെ ആൻസർ എന്തായിരിക്കും? താഴെ 10 ആണ്. അപ്പോൾ ഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ 4/10 ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എത്ര സൈഫർ ഉണ്ട്? ഒന്നിൻ്റെ ശേഷം ഒരു സൈഫർ. സോ അപ്പോൾ ഒരേ ഒരു സ്ഥാനം തള്ളി നമ്മൾ പോയിന്റ് വെച്ചിട്ട് 0 ഇട്ട് കൊടുക്കണം, അത്ര തന്നെ ഉള്ളൂ. സോ 0.4 ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.16 × 0.4 ആൻസർ എന്തായിരിക്കും? എത്രയായിരിക്കും? 64 വരും. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 0. അല്ല, ഇത് തെറ്റാണ്. 64 എന്ന് പറയണോ 64 എന്ന് പറയണോ? 64. ഇതാണ് കറക്റ്റ് ആൻസർ. സോ 16നെയും 4നെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. ഇനി പോയിന്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 + 1 3 സ്ഥാനം തള്ളി പോയിന്റ് വെക്കണം. സോ 1 2 3 പോയിന്റ്. ഓക്കെ ആണോ? 0.2 × 0.2 × 0.2 ആൻസർ എന്താ? 0.8. വെറും 0.8 വരുള്ളൂ. 0.08. അതുമല്ല, 0.82 അല്ല. കിഷാൻ പറയൂ. 0.08. ഇല്ല. 0.008. അതാണ് കറക്റ്റ്. ഇവിടെ പോയിന്റ് ശേഷം 1 ഡിജിറ്റ്, ഇവിടെ 1 ഇവിടെ 1 3 ഡിജിറ്റാണ് വരേണ്ടത്. അപ്പോൾ 8 എഴുതി 1 2 ഇവിടെ പോയിന്റ് വെക്കണം. സോ 0 0 ഇട്ട് കൊടുക്കുക. സോ 0.008 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതിലിനി നിങ്ങൾക്ക് ഡൗട്ടേ വരാൻ പാടില്ല കേട്ടോ. ഇനി ഞാൻ പോകുന്നത് ഡയറക്റ്റായിട്ട് പോകുന്നത് 18th ക്വസ്റ്റ്യനാണ്. 8/1000 + 7/100 + 5/10. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എത്ര വന്നു? സെക്കൻഡ് വണ്ണ. ഓക്കെ. സോ അമന്തിക പറയൂ, 8/1000 എങ്ങനെ എഴുതാം? ദയ പറയൂ, 8/1000 എങ്ങനെ എഴുതാം? 8/1000. അതിനെ ഡെസിമലിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 8/10. ഇല്ലടാ, ഇങ്ങനെ ഡെസിമലിൽ എഴുതണം. ഇപ്പല്ലേ നമ്മൾ ഇവിടെ നോക്കിയത്. നോക്ക്, 16/100 നിങ്ങൾ എങ്ങനെ എഴുതിയത്? 16/100 എവിടെയാണ് ഞാൻ ചെയ്തത്? ഇപ്പോൾ 4/10 എങ്ങനെ എഴുതി? ഇങ്ങനെയല്ലേ എഴുതിയത്. അതുപോലെ 8/1000 എങ്ങനെ എഴുതും? പോയിന്റ് ശേഷം തീർച്ചയായിട്ടും ഇവിടെ 1ന്റെ ശേഷം 3 0 ഉള്ളത് കാരണം പോയിന്റ് ശേഷം തീർച്ചയായിട്ടും 3 ഡിജിറ്റ് വേണം. ഇവിടെ ലാസ്റ്റ് വരുന്നത് 8 ആണ്. അത് മാനേജ് ചെയ്യാൻ 2 0 കൂടി ഇട്ട് കൊടുക്കും.
അങ്ങനെ 0.008 വരണം അല്ലേ? അല്ലേ? അപ്പോൾ 7/100 എന്ത് വരും? 0.07 എന്ന് വരും. 5/10 എന്ന് വരും. 0.5 എന്ന് വരും. ഇതിനൊക്കെ അഡീഷൻ ചെയ്യാനാണ് അവർ പറയുന്നത്. ഇതാണ് ആൻസർ. അയ്യോ, ഇതല്ല ഇത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സമയമായില്ലേ? 7:15 മതി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഡിസ്കസ് ചെയ്യാം.